പൂനെ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി റൂം എടുക്കണം, ഫ്രഷ് ആവണം അല്ലേ? അതാണ് നമ്മുടെ ഉദ്ദേശം. ബൈ. ഹലോ, ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ പൂനെയിൽ നമ്മൾ എത്തി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി റൂം എടുക്കണം. നമുക്ക് 5 പേർക്കും പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം വേണം. അങ്ങനെ അവസാനം നമുക്ക് ആ റൂം കിട്ടി കേട്ടോ. നമ്മൾ എല്ലാവരും ഒരുങ്ങി യെസ് ഓഫ് കോഴ്സ് പേനക്കത്തി എടുത്തിട്ടാണ് നമ്മൾ പോണേ സുരക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ യാത്രയായി പോവാണ് പുറത്തേക്ക്. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ നേരെ പോകുന്നതിന് ഫുഡ് അടിക്കാനാണ്. എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. ഫുഡ് അടിക്കാൻ കയറിയത് നമ്മൾ റൂം എടുത്ത സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ തന്നെയാണ്. കാരണം ഓൾറെഡി നേരം വൈകി. നമ്മൾ അവിടെ എൻട്രി ടൈം പറഞ്ഞിരുന്നത് 11 o'clock ആണ്. ഇപ്പോൾ ഓൾറെഡി 11:30 ആയി നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ. പിന്നെ ഇവിടെ അടുത്ത് കണ്ണാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എന്തൊക്കെയാണാവോ ചെയ്യുന്നത്. ശ്രീലക്ഷ്മിക്ക് വയ്യ. അപ്പോൾ ശ്രീലക്ഷ്മിയോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് ഒരു മഷ്റൂം ഫ്രൈഡ് റൈസും പിന്നെ വെജ് ഫ്രൈഡ് റൈസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടെ ഒരു വെജ് ഫ്രൈഡ് റൈസ് വീഡിയോ എടുക്കണം. അതെ, ബ്ലോക്ക് വീഡിയോ എടുക്കണം നമ്മൾ. അവിടെ ആ പരിപാടി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. 2 കിലോമീറ്റർ മുമ്പേ നമ്മൾ ബ്ലോക്കായി. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. നീണ്ട ഒരു ബ്ലോക്കിന് ശേഷം നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ടിക്കറ്റ് എടുത്തവർ വരെ, നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, എടുത്തവർ വരെ വീണ്ടും ക്യൂ നിന്ന് മറ്റേ ബാഡ്ജൊക്കെ കയ്യിൽ വാങ്ങണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ പോയി. ഈ പറയുന്നത് വല്ലവർക്കും എന്തെങ്കിലും മനസ്സിലായോ? നമുക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കിടന്ന് തുള്ളായിരുന്നു അവിടെ കിടന്ന്. നമ്മുടെ തുള്ളലുണ്ട്, ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ എടുക്കുമായിരുന്നു. എന്തായാലും നല്ല ഗംഭീര പരിപാടിയായിരുന്നു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് 4 മണിക്ക് ആ പരിപാടി അവസാനിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ റൂമിലേക്ക് പോയി. റൂമിലെത്തി കുളിച്ച് റെഡിയായി എല്ലാവരും ഫ്രഷപ്പായി നേരെ നമ്മൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം കൽബുർഗിക്ക് പോകണം. ഓക്കെ ബൈ.